ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റും എന്താണെന്ന് നോക്കാം. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കണം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജ് ആണ് കേട്ടോ. ഇത് വയലറ്റ് കളറിലെ ക്യാബേജ് ആണ്. അത് നമ്മൾ അരിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുക്കറിൽ കടലയെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കളർ ഉണ്ടല്ലേ കാണാനായിട്ട്. അതിലേക്ക് സവാളയും കുറച്ച് ഇഞ്ചിയും കൊത്തിപ്പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളിവിടെ ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ദോശയും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ നമ്മൾ നോർമലായിട്ട് എന്നും ഉണ്ടാക്കുന്ന പോലെ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാബേജ് ഉണ്ടല്ലോ കുറച്ചധികം ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടല നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ കടു വറുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കടലക്കറി. സിമ്പിളാണ്, ഈസിയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റിൽ നമുക്ക് ഇനി വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചീനിച്ചട്ടി വെക്കുക, അതിനകത്ത് എണ്ണ ഒഴിക്കുക, കടുകിടുക, അതിനുശേഷം ക്യാബേജ് ഇടുക. ഇതൊക്കെ സിമ്പിൾ റെസിപ്പീസാണ്, എല്ലാവരും ട്രൈ ചെയ്യുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തോരൻ രണ്ടുപേരും കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പച്ചമുളക് ഇടാത്തത് അവർക്ക് കടിക്കുമ്പോൾ കിട്ടണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ തോരൻ ഏകദേശം ഒന്ന് വാടി വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ചിട്ടോ അല്ലെങ്കിൽ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനും ചമ്മന്തിയൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ അവന് ടിഫിന് വേണ്ടിയിട്ട് അവിലും അതുപോലെ മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് കുപ്പിയിൽ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.